മണ്ണാർക്കാട് നഗരസഭയുടെ പരിപാടിയിൽ പങ്കെടുത്ത പി.കെ. ശശി നടത്തിയ പ്രസംഗം ചർച്ചയായിരുന്നു. തന്നെ പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല എന്നും തനിക്ക് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനത്തിന് ഒരു കുറവും വന്നിട്ടില്ല എന്നുമായിരുന്നു ശശി പറഞ്ഞത്. ഇതോടെ ശശിയുടെ ഉന്നം CPM ആണെന്നും അദ്ദേഹം പാർട്ടി വിട്ടേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നു. ഇന്നലെ ശശിയെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് V.K. ശ്രീകണ്ഠനും രംഗത്തെത്തി. P.K. ശശി അടക്കം നിരവധി നേതാക്കൾക്ക് CPIM-ൽ അതൃപ്തിയുണ്ടെന്നും കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കടന്നുവരാൻ ഇത്തരക്കാർക്ക് യാതൊരു വിലക്കുമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ താൻ CPM വിടുന്നുവെന്നും പാർട്ടിയെ വിമർശിച്ചുവെന്നുമുള്ള ആരോപണങ്ങൾക്ക് മറുപടിയായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ P.K. ശശി. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പരിശോധിക്കാം. ചില ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് കുറെ ശത്രുക്കളും CPM-ന് എതിരാണ് ഞാൻ മണ്ണാർക്കാട് പ്രസംഗിച്ചത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ ഒരു വാക്കുപോലും എൻ്റെ പാർട്ടിക്കെതിരായോ എൻ്റെ പാർട്ടി നേതാക്കൾക്കെതിരായോ പറഞ്ഞിട്ടില്ല. ആ വേദിയിൽ എൻ്റെ പ്രസംഗം കേട്ടവർക്കറിയാം. മാത്രമല്ല, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് തൊട്ടു മുൻപ് 24 ന്യൂസുമായി നടത്തിയ അഭിമുഖത്തിൽ വ്യക്തമായി തന്നെ താൻ പറഞ്ഞിരുന്നതാണ്. എൻ്റെ രാഷ്ട്രീയ നിലപാട് 2 ദിവസം മുൻപ് തിരുവനന്തപുരം മലയൻകീഴ് സംഘടിപ്പിച്ച രാഷ്ട്രീയ പൊതുസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞതാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്നും ഞാൻ ചോദിച്ചിരുന്നുവെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദിക്കുന്നുണ്ട്. രാഷ്ട്രീയ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ സാമൂഹിക രാഷ്ട്രീയ മേഖലയിലെ വ്യക്തിപരമായ ബന്ധങ്ങൾ താൻ നിലനിർത്തുമെന്നാണ് അവിടെ പറഞ്ഞത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 10-35 കൊല്ലമായുള്ള മണ്ണാർക്കാട്ടെ സാധാരണക്കാരായ തൊഴിലാളികൾ, വ്യാപാരി വ്യവസായികൾ, രാഷ്ട്രീയ പ്രവർത്തകർ, ലയൺസ് റോട്ടറി ക്ലബ്ബുകൾ, കൃഷിക്കാർ, ഓട്ടോ തൊഴിലാളികൾ, വിദ്യാർത്ഥി യുവജന പ്രവർത്തകർ എന്നിവരുമായുള്ള എൻ്റെ നാഭിനാള ബന്ധം മുറിച്ചു മാറ്റാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല. മണ്ണാർക്കാട്ടെ ഈ മേഖലകളിലെല്ലാം തൻ്റെ സജീവമായ സാന്നിധ്യം ഉണ്ടാകുമെന്ന് യോഗത്തിൽ താൻ പറഞ്ഞതാണെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട്. ഇങ്ങനെ നീളുകയാണ് P.K. ശശിയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. എന്നാൽ P.K. ശശിയെ പാർട്ടിയിലേക്ക് എത്തിച്ചാൽ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസ് പാർട്ടി നേതാക്കളുടെ വിലയിരുത്തൽ. മുതിർന്ന നേതാക്കളോട് വിഷയത്തിൽ ഇടപെടാൻ ആവശ്യപ്പെട്ടേക്കും. എന്നാൽ നഗരസഭയുടെ പരിപാടിക്ക് P.K. ശശിയെ ക്ഷണിച്ചത് KTDC ചെയർമാൻ എന്ന നിലയിൽ ആണെന്നാണ് ചെയർപേഴ്സന്റെ വിശദീകരണം. CPM പ്രതിനിധിയായല്ല P.K. ശശിയെ ക്ഷണിച്ചതെന്നും വർഷങ്ങളായി പാലക്കാട് ജില്ലയിലും മണ്ണാർക്കാടുമായി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നയാളാണ് P.K. ശശി എന്നും അദ്ദേഹം പറഞ്ഞു. പരസ്യമായി ക്ഷണിച്ചിട്ടില്ല എന്നും തമാശ രൂപേണ പറഞ്ഞുവെന്നുമാണ് മനസ്സിലാക്കുന്നത്. CPM ആളായി തുടരുമെന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നതെന്നും ചെയർമാൻ പറയുന്നുണ്ട്. എന്നാൽ P.K. ശശിയെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്നത് ദൗർഭാഗ്യകരമെന്ന നിലപാടാണ് യൂത്ത് കോൺഗ്രസിന്. നാറിയവനെ പേറിയാൽ പേറിയവനും നാറും എന്ന നിലപാടാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത്. P.K. ശശിയെ പോലെ ഒരു സ്ത്രീപീഡനം ആരോപണം നേരിടുന്നയാൾക്ക് കോൺഗ്രസ് പരവതാനി വിരിക്കരുത് എന്നുമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ VP ദുൽഗീഫിൽ വിമർശിച്ചത്. മണ്ണാർക്കാട് നഗരസഭയുടെ ആയുർവേദ ഡിസ്പെൻസറി ഉദ്ഘാടന ചടങ്ങിൽ P.K. ശശി പങ്കെടുത്തതിന് പിന്നാലെ ശശി കോൺഗ്രസിലേക്ക് എന്ന ചർച്ചകൾ ഉടലെടുത്തിരുന്നു. കൊച്ചി പഴയ കൊച്ചിയല്ല എന്നും ബിലാൽ പഴയ ബിലാൽ തന്നെയാണ് എന്നും P.K. ശശി പറയുകയും ചെയ്തിരുന്നു. CPM-ൽ അച്ചടക്ക നടപടി നേരിട്ട P.K. ശശിയെ ചടങ്ങിൽ പങ്കെടുത്ത V.K. ശ്രീകണ്ഠൻ പരോക്ഷമായി കോൺഗ്രസിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു. വെളുത്ത കോട്ടൺ ഷർട്ട് ധരിച്ചെത്തിയ P.K. ശശിയോട് ഇത് ഏറ്റവും നന്നായി യോജിക്കുന്നു എന്നായിരുന്നു V.K. ശ്രീകണ്ഠൻ പറഞ്ഞത്. മറ്റു നിറത്തിലുള്ള വസ്ത്രങ്ങളെക്കാൾ താങ്കൾക്ക് യോജിക്കുന്നത് തൂവെള്ള നിറത്തിലുള്ള ഖദർ ഷർട്ട് ആണെന്നും MP പറഞ്ഞിരുന്നു. എന്നാൽ താൻ ധരിച്ചത് കോട്ടൺ ആണ്, ഖദർ അല്ല എന്നായിരുന്നു ഇക്കാര്യത്തിൽ P.K. ശശിയുടെ മറുപടി. എന്തുതന്നെയാണെങ്കിലും P.K. ശശിയുടെ കോൺഗ്രസ് പ്രവേശനമാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം.